ഇവിടെ മത്സരമുണ്ട്, ഇവർ തമ്മിലുള്ള ഈ ഈ ഒരു മത്സരം എന്ന് തന്നെ അതിന് പറയാം. അപ്പോൾ അങ്ങനെ അവരുടെ കഥാപാത്രങ്ങളും അവർ സംവിധായകർ തന്നെ, മമ്മൂട്ടി സിനിമകൾ ചെയ്യുന്ന സംവിധായകർ, മോഹൻലാൽ സിനിമകൾ ചെയ്യുന്ന സംവിധായകർ അങ്ങനെയുണ്ടായിരുന്നു. പിന്നീട് ഇവരെ രണ്ടുപേരെയും മാറി മാറി സംവിധാനം ചെയ്യുന്ന സംവിധായകരും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അത് തന്നെ വളരെ ശ്രദ്ധാപൂർവമാണ് ചെയ്യേണ്ടത്. ഒരാൾക്കൊരു പിണക്കം വരാത്ത രീതിയിൽ വേണം, അല്ലെങ്കിൽ രണ്ടുപേരെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനുള്ളൊരു നാക്ക് വേണം. അപ്പോൾ അത് എല്ലാ സംവിധായകരെ കൊണ്ടും കഴിഞ്ഞിട്ടുള്ളതല്ല. അത് നമ്പർ 20 മദ്രാസ് മെയിലിൽ മമ്മൂട്ടിക്കാണോ കൂടുതൽ ഇമ്പോർട്ടൻസ്, മോഹൻലാലിനാണോ ഇമ്പോർട്ടൻസ്? എന്നാൽ മമ്മൂട്ടി ജോഷി കോമ്പിനേഷൻ ഒരുപാട് വിജയങ്ങളുണ്ടാക്കിയ കോമ്പിനേഷനാണ്. എന്നാൽ ജോഷി എന്ന് പറയുന്ന സംവിധായകൻ ഏറ്റവും പ്രിയപ്പെട്ട നടനാണ് മോഹൻലാൽ. അപ്പോൾ ഇതിൽ ആർക്കാണ് കൂടുതൽ എന്നുള്ളൊരു തർക്കം അന്നുണ്ടായി. അതിനു മുൻപ് പിന്നീട് അതിനുശേഷം വന്ന മറ്റൊരു പടം മമ്മൂട്ടിയിലാലും പങ്കെടുത്തത് നരസിംഹം എന്ന സിനിമ ഷാജി കൈലാസും രഞ്ജിത്തും ആറാം തമ്പുരാൻ പോലുള്ളൊരു മെഗാ ഹിറ്റിന് ശേഷം വരുന്നൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ആ കോമ്പിനേഷനകത്ത് മോഹൻലാലിനോടൊപ്പം മമ്മൂട്ടിയും കൂടെ വരിക എന്നുള്ളത് അതൊരു ആഗ്രഹമായിരുന്നു മമ്മൂട്ടി ആരാധകർക്കും. അതുപോലെ തന്നെ മമ്മൂട്ടിക്കുമൊക്കെ ഇഷ്ടമുള്ളതായിരുന്നു. പക്ഷേ അതൊരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിരുന്നു. സിനിമയിൽ ടോട്ടാലിറ്റിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഇന്ദുചൂടൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ, ഒരു മിനിറ്റുകൾ മാത്രമുള്ള ഒരു കഥാപാത്രത്തെ, നരിമാൻ എന്നോ മറ്റൊരു അഡ്വക്കേറ്റ്, സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റിന്. അപ്പോൾ അതിൻ്റെ അവതരണവും അതിൻ്റെ കാര്യങ്ങളും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ പറയുന്നത് തന്നെ ടൈംസിൻ്റെ കവറിൽ അഡ്വക്കേറ്റ് നരിമാനെ കാണിക്കുന്ന ചിത്രങ്ങളൊക്കെ വെച്ച് അങ്ങനത്തെ ഒരു രീതിയിലാണ് ആ സിനിമയിൽ അവതരിപ്പിക്കപ്പെട്ടത്.